മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. മുത്തൂർ ഹിൽസ് AMLP സ്കൂൾ 95-ാം വാർഷികാഘോഷവും പ്രധാനാധ്യാപകൻ ശ്രീ രാജേന്ദ്രൻ മാഷിനുള്ള യാത്രയയപ്പ് സമ്മേളനവും നടന്നു. ഏപ്രിൽ 5-6 തീയതികളിലായി സംഘടിപ്പിച്ച പരിപാടി ശനിയാഴ്ച നാട്ടുകാർക്കുള്ള മെഡിക്കൽ ക്യാമ്പോടെ തുടക്കം കുറിച്ചു. ഞായറാഴ്ച പ്രൈമറി വിദ്യാർത്ഥികളുടെ പരിപാടികളും മോണ്ടി ജൂനിയർ ഫെസ്റ്റും വർണ്ണാഭമായി അവതരിപ്പിച്ചു. തിരൂർ ജില്ലാ ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ അബ്ദുൽ ഫസൽ പഴയകത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പൊതുജനാരോഗ്യ ബോധവൽക്കരണ ക്ലാസ് ശ്രദ്ധേയമായി. വൈകിട്ട് നടന്ന യാത്രയയപ്പ് സമ്മേളനം തിരൂർ MLA കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാനാധ്യാപകൻ ശ്രീ രാജേന്ദ്രൻ മാസ്റ്ററെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് KK ഷാഹിദ് അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ പ്രധാനാധ്യാപിക ഫാത്തിമത്ത് ഷബീന സ്വാഗത ഭാഷണം നടത്തി. തുടർന്ന് മുഖ്യ അതിഥിയായ തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ വാർഷിക പരീക്ഷയിൽ 1ഉം 2ഉം സ്ഥാനക്കാർക്കുള്ള ഉപഹാര സമർപ്പണം നടത്തി. തിരൂർ നഗരസഭ പൊതുമരാമത്ത് കാര്യസമിതി അധ്യക്ഷൻ KK സലാം മാസ്റ്റർ ടാലന്റ് എക്സാം വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റ്, മെഡൽ വിതരണവും സ്കൗട്ട് ആൻഡ് ഗൈഡ്സിനുള്ള പുരസ്കാരങ്ങൾ വാർഡ് കൗൺസിലർ TK യാസീൻ, മാനേജ്മെന്റ് പ്രതിനിധി തേഞ്ചേരി ജലീൽ മാസ്റ്റർ എന്നിവരും നൽകി. PTA പ്രതിനിധികളായ KK റിയാസ്, CM ഫൈസൽ ഹരിദാസൻ, MTA പ്രസിഡന്റ് ജാസിദ, OSA പ്രതിനിധി അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ അധ്യാപിക K സീനത്ത് വാർഷിക റിപ്പോർട്ട് അവതരണം നടത്തിയ ചടങ്ങിൽ രാജേന്ദ്രൻ മാസ്റ്റർ മറുമൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം രേഷ ശ്രേയസ് ടീച്ചർ നന്ദി പ്രകാശിപ്പിച്ചു. തുടർന്ന് കുട്ടികളുടെ ഒപ്പന അവതരണത്തിനു ശേഷം കലാപരിപാടികളിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കുമുള്ള സമ്മാന വിതരണത്തോടെ ഈ വർഷത്തെ വാർഷികാഘോഷ പരിപാടികൾക്ക് തിരശ്ശീല വീണു. വിദ്യാർത്ഥികൾ, അധ്യാപകർ, PTA പ്രതിനിധികൾ, MTA പ്രതിനിധികൾ, മാനേജ്മെന്റ് പ്രതിനിധികൾ, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധികൾ അടക്കം മുഴുവൻ നാട്ടുകാരുടെയും പങ്കാളിത്തം കൊണ്ട് വാർഷികാഘോഷ പരിപാടി ശ്രദ്ധേയമായി. സ്ഥാപിതമായ നമ്മുടെ സ്കൂളിൻ്റെ 95-ാം വാർഷികാഘോഷവും നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട തിരൂർ MLA കുറുക്കോളി മൊയ്തീൻ സാഹിബിനെ 1930-കൾക്ക് മുൻപ് ഓത്തുപള്ളിയായിരുന്ന ഈ സ്ഥാപനം വനിതകൾക്കിടയിൽ, സ്ത്രീജനങ്ങൾക്കിടയിൽ വിദ്യാഭ്യാസം ഉയർത്തിക്കൊണ്ടുവരിക എന്ന ഒരു പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ നിരവധി വിദ്യാലയങ്ങൾ, ഓത്തുപള്ളിക്കൂടങ്ങൾ വിദ്യാലയങ്ങളായി മാറിയ അതിൻ്റെ ഭാഗമായി ഒരു ഔദ്യോഗിക വിദ്യാലയമായി മാറിയ സ്കൂളാണ് നമ്മുടെ ഈ മുത്തൂർ ഹിൽസ് AMLP സ്കൂൾ. ഏകദേശം 95 വർഷം പിന്നിട്ടു. ഏകദേശം 5 വർഷം കഴിഞ്ഞാൽ 100 വർഷം നമ്മൾ കടക്കുകയാണ്. എങ്ങനെയായിരുന്നാലും നിങ്ങൾ ഈ വിദ്യാലയത്തിൻ്റെ 95 വർഷം പൂർത്തിയായതിൻ്റെ ഒരു ആഘോഷ സദസ്സിലാണ് നമ്മളുള്ളത്. ഇനിയും കാലം ഈ വിദ്യാലയം നമ്മുടെ കുഞ്ഞുങ്ങളുടെ വൈജ്ഞാനികമായി അവർക്ക് അവസരങ്ങൾ നൽകുന്ന വലിയൊരു സ്ഥാപനമായി ഇത് ഉയർന്നു നിൽക്കേണ്ടതുണ്ട്. അതിന് നിങ്ങൾ തയ്യാറാണ് എന്നതിൻ്റെ ഒരു പ്രകടനം കൂടിയാണ് ഉജ്ജ്വലമായിട്ടുള്ള ഈ സദസ്സ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പഴയ കാലത്ത് നമുക്കറിയാം, ഓത്തുപള്ളികളായി തുടങ്ങി, അത് പിന്നെ മതപഠന സ്ഥാപനങ്ങളായി വേറെയും മദ്രസകളായും ഭൗതിക പഠനവുമായി ബന്ധപ്പെട്ട് സ്കൂൾ പഠനവുമായി ബന്ധപ്പെട്ട് സ്കൂളുകളായും വേർപിരിഞ്ഞു പോയ ഒരു ചരിത്രമാണ് നമ്മുടെ നാട്ടിലുള്ളത്. മതപഠനത്തിൽ നിന്ന് തുടങ്ങി എല്ലാ തല വിദ്യാഭ്യാസവും വേണം എന്ന താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഇതളുകൾ വിരിഞ്ഞ് ഈ സ്ഥാപനം ഈ രീതിയിൽ വളർന്നു വന്നത്. 136 വർഷം ആയി പിന്നിട്ടു. അതൊരു ഓത്തുപള്ളി ഇതേപോലെ പരിവർത്തിച്ചു വന്നതാണ്. ഇവിടെയുള്ള എല്ലാ വിദ്യാലയങ്ങളെ പരിശോധിച്ചാലും അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ ഒരു കാലത്ത് മതപഠനത്തിന് വേണ്ടി സ്ഥാപിച്ച ഓത്തുപള്ളി പിന്നെ പള്ളിക്കൂടങ്ങളുമായി വേർതിരിഞ്ഞ് മുന്നോട്ട് വന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമുക്ക് സന്തോഷിക്കാം. നമ്മുടെ ചരിത്രം വലിയ പ്രൗഢമായൊരു ചരിത്രം നമുക്ക് ഇതിന്റെ പിന്നിലുണ്ട്. പൊതുവിദ്യാലയങ്ങൾ അതിൻ്റെ തനിമ നഷ്ടപ്പെടാതെ നമ്മളുടെയൊക്കെ കുട്ടികളെ, എല്ലാവരുടെടുത്തും കാശൊക്കെ ഉണ്ടാവും എന്നിരുന്നാലും പ്രൈവറ്റ് സ്കൂളിലേക്ക് വിടാതെ നമ്മളുടെ ഇത്തരത്തിലുള്ള സ്കൂളുകളെ
അതിൻ്റെ മൂല്യം നഷ്ടപ്പെടാതെ ഈ ഇത്തരത്തിലുള്ള സ്കൂളുകളിൽ കുട്ടികളില്ലാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സ്കൂളുകൾ അടച്ചുപൂട്ടേണ്ട സാഹചര്യം വരും. പക്ഷെ അങ്ങനെ ഒരു ഇത്രയും അധികം രക്ഷിതാക്കൾ ഇരിക്കുന്നുണ്ട്. ഈ ആളുകൾക്കൊക്കെ കുട്ടികളുണ്ടാവാം, ചെറിയ പേരക്കുട്ടികളുണ്ടാവാം. ഈ നമ്മളുടെ കുട്ടികളെയൊക്കെ ഇത്തരത്തിൽ പൊതുവിദ്യാലയങ്ങളിൽ ചേർക്കുകയും അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടി അധ്യാപകരോടൊപ്പം കൂട്ടുനിൽക്കുകയും ചെയ്യണമെന്ന് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. വിദ്യാലയങ്ങളിലെ പ്രധാനാധ്യാപകരെ ഞങ്ങളുടെ സംഘടനയിൽ ആദരിക്കുകയും യാത്രയപ്പ് ചെയ്യുകയും നടത്താറുണ്ട്. ഫെബ്രുവരി 26 മലപ്പുറത്ത് വെച്ച് നടന്ന ചടങ്ങിലായിരുന്നു സബ് ജില്ലാ സെക്രട്ടറി ഈ ചടങ്ങിൽ വെച്ച് ഞങ്ങളുടെ സ്നേഹോപകാരം ഹെഡ്മാസ്റ്റർക്ക് സമർപ്പിക്കുന്നതാണ്. നമ്മുടെ വിദ്യാലയത്തിൻ്റെ 95ാമത് വാർഷികമാണ് നമ്മൾ സമുചിതമായിട്ട് ആഘോഷിക്കുന്നത്. 1930 തുടങ്ങി ഇന്ന് 2025 നിൽക്കുന്ന ഈ 95 വർഷവും ഈ പ്രദേശത്തെ, ഈ മുത്തൂർ പ്രദേശത്തെ ജനങ്ങൾക്ക് വിദ്യയുടെ വെള്ളി വെളിച്ചം നൽകി മുന്നോട്ട് പോകുന്നൊരു വിദ്യാലയം. ആ വിദ്യാലയം ഉയർച്ചയുടെ പുതിയ പടവുകൾ തേടി പോകുന്ന ഒരു നല്ലൊരു സന്ദർഭം കൂടിയാണത്. ഇന്നിവിടെ നടന്ന ഓരോ പ്രവർത്തനങ്ങളും മുമ്പിലുള്ള സംഭാഷണങ്ങളൊക്കെ നമ്മുടെ വിദ്യാലയത്തിൻ്റെ നല്ലൊരു ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്ന് നമുക്ക് വിലയിരുത്താൻ വേണ്ടി കഴിയും. അതോടൊപ്പം അറിയാം, ഈ വാർഷികത്തോടനുബന്ധിച്ചാണ് നമ്മുടെ രാജേന്ദ്രൻ മാഷിൻ്റെ യാത്രയപ്പ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു വൈകാരികമായ രംഗം കൂടിയാണത്. പിന്നെ ഏകദേശം രാജേന്ദ്രൻ മാഷിൻ്റെ കൂടെ 1990 മുതൽ ഒന്നിച്ച് ജോലി ചെയ്ത് അങ്ങ് സഹപ്രവർത്തകരായി വർക്ക് ചെയ്തവരാണ്. ഞാനിവിടെ പ്രധാന അധ്യാപകനായിട്ട് പ്രൊമോഷൻ ലഭിച്ച സന്ദർഭത്തിലാണ്. മുത്തൂർ, തൃക്കണ്ടിയൂർ, ഏഴൂർ പ്രദേശത്തെ സാധാരണ ജനങ്ങൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം നൽകുന്നതിനായി 1930 സ്ഥാപിതമായതാണ് മുത്തൂർ മാപ്പിള ഗേൾസ് എയ്ഡഡ് സ്കൂൾ. അക്കാലത്ത് വിദ്യാഭ്യാസപരമായി വളരെ പിന്നോക്കാവസ്ഥയിലായിരുന്ന പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കാണ് സ്കൂൾ സ്ഥാപിച്ചത്. ഏറ്റവും ഉപരി യാത്രാമംഗളങ്ങൾ ഏറ്റുവാങ്ങാനെത്തിയിട്ടുള്ള നമ്മളുടെ പ്രിയങ്കരനായ രാജേന്ദ്രൻ മാഷ്, ദീർഘകാലത്തെ ഒരു സേവനം, ദീർഘകാലം എന്ന് പറയുമ്പോൾ ഒരുപാട് കാലം അധ്യാപകനായും പ്രധാന അധ്യാപകനായും എല്ലാം ദീർഘകാലത്തെ സേവനമാണ് അദ്ദേഹം ഇവിടെ നമുക്കായിട്ട് കാഴ്ചവെച്ചിട്ടുള്ളത്. 1990 ഞാനൊരു 1ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ട് ഈ സ്കൂളിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹം ആ സമയത്താണ് ഈ സ്കൂളിലേക്ക് കടന്നു വന്നത്. ഒരുമിച്ചാണ് കടന്നു വന്നത് എന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. ഇന്ന് എൻ്റെ മകന് 1ാം ക്ലാസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ അദ്ദേഹം ഇവിടുന്ന് ഇത് ഇറങ്ങാണ്. എൻ്റെ മകൻ 1ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് നിൽക്കുന്ന സമയം, ആ സമയത്ത് അപ്പോൾ അത്രയും ദീർഘകാല ഒരു വർഷം, ഏകദേശം ഒരു 35 വർഷം അദ്ദേഹത്തിൻ്റെ സേവനമാണ് നമ്മൾ ഈ നാട്ടുകാർക്കുമായിട്ട് ലഭിച്ചിട്ടുള്ളത്. 9 പതിറ്റാണ്ട് മുത്തൂർ, ഏഴൂർ, തൃക്കണ്ടിയൂർ മേഖലകളിലെ ആളുകൾക്ക് അക്ഷരമാധുര്യം നടന്നു കൊടുത്ത ഒരു സ്ഥാപനമാണ്. നമ്മൾ കാലങ്ങൾ മാറി മറിഞ്ഞപ്പോൾ, സൗകര്യങ്ങൾ മാറി മറിഞ്ഞപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളെ വീട്ടിലുള്ള ആളുകൾ പോലും ഈ സ്ഥാപനത്തെ മറന്നുപോയി എന്നുള്ള ഒരു സങ്കടം ഈ ഒരു സമയത്ത് നിങ്ങളെ ഉണർത്തുകയാണ്. അപ്പോൾ ഞാനും ഷാഹിദും ഫൈസലും യാസീനും അടക്കമുള്ള ഇവിടുത്തെ പഴയ ഒരു വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ ഇതിൻ്റെ PTA അംഗങ്ങളും ഒക്കെ. ആ ഒരു സമയത്ത് ഞങ്ങൾ എടുക്കുന്ന ഒരു എഫേർട്ട് ഈ സ്ഥാപനം പഴയ ഒരു പ്രതാപത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു എഫേർട്ടാണ് ഞങ്ങൾ ഇന്ന് മുതൽ, അല്ലെങ്കിൽ ഞങ്ങൾ ഏറ്റെടുത്ത മുതൽ നടത്താൻ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ ഒരു എഫേർട്ടിന് പരിപൂർണ പിന്തുണ നൽകിക്കൊണ്ട് ഇപ്പോഴത്തെ മാനേജ്മെന്റ് നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് എന്ന് പറയുന്നതാണ് LP സ്കൂളും UP സ്കൂളും ഹൈസ്കൂളും +2 കോളേജും ഒക്കെ പഠനം കഴിയുമ്പോൾ നമ്മുടെ നൊസ്റ്റാൾജികളാണ്. അപ്പോൾ നമ്മൾ പഠിച്ച വഴിയിൽ നമ്മുടെ മക്കളും പഠിപ്പിക്കാനുള്ള, നമ്മുടെ മക്കളെയും വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു മനോഭാവം ഈ മുന്നിലിരിക്കുന്ന രക്ഷകർത്താക്കൾക്ക് ഉണ്ടാകണം. ഞാനൊക്കെ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന സമയത്ത് അധ്യാപകര് ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് ക്ലാസ്സിൽ ഹാജർ ബുക്കിന്റെ കൂടെ ഒരു നീളമുള്ള വടി ഇങ്ങനെ പിടിച്ചിട്ടാണ് എന്ത് ചെയ്യുക ക്ലാസ്സിലേക്ക് പോയിരുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു പക്ഷേ ഒരു അധ്യാപകരും ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് വടി കയ്യിൽ കാണാറില്ല. പക്ഷെ വീണ്ടും ആ ഒരു വടി തിരിച്ചു കൊണ്ടുവന്നാൽ ഒരു പക്ഷെ വളർന്നു വരുന്ന വിദ്യാർത്ഥികളെ അവരെ ആദരവും ബഹുമാനവും ഒക്കെ പഠിപ്പിക്കാനും അവരെ ലഹരി പോലത്തെ സാഹചര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ നമുക്ക് അവരെ താക്കീത് ചെയ്യാനും ഒക്കെ സാധിക്കും എന്നുള്ള തോന്നൽ ഉണ്ട്. 95 വർഷം പിന്നിടുന്ന ഈ വിദ്യാലയത്തിൽ ഒരിക്കൽ കൂടി ഇങ്ങനെ
നിങ്ങളെയൊക്കെ അഭിസംബോധന ചെയ്യാൻ ഭാഗ്യം ലഭിച്ചു എന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ വിദ്യാലയത്തിലെ ഒരു വിദ്യാർത്ഥിയായി തുടങ്ങി തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥിയായും PTA പ്രസിഡൻ്റായും അതിനുശേഷം വീണ്ടും ഈ വിദ്യാലയത്തിൽ PTA ഒരു അഡ്ഹോക് കമ്മിറ്റി ചെയർമാനായും എല്ലാം നിങ്ങളുടെ മുന്നിൽ എനിക്ക് എത്താൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഇത്രയും അധികം വൈകാരികമായിട്ടുള്ള ഒരു ബന്ധം ഈ വിദ്യാലയത്തോടുള്ള ഒരു വ്യക്തി വേറെ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. നമ്മുടെ വിദ്യാലയത്തിൻ്റെ 95ാം വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവുമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിദ്യാലയത്തിൽ ഇത്രയും കാലം നല്ല രീതിയിൽ സേവനമനുഷ്ഠിച്ച് സേവന കാലാവധി പൂർത്തിയാക്കി പോകുന്ന രാജേന്ദ്രൻ മാഷിനും പുതിയ ഹെഡായി ചുമതലയേറ്റ ഷെബീന ടീച്ചർക്കും ഞാൻ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. പ്രവർത്തിക്കുന്നതായി ദിവ്യയെയും അത് ഏറ്റുവാങ്ങുന്നതിനായി പ്രിയപ്പെട്ട രാജേന്ദ്രൻ സാറിനെയും ക്ഷണിക്കുന്നു. ഉന്മേഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇങ്ങനെയൊരു സദസ്സ് സംഘടിപ്പിച്ച് നിങ്ങളുടെ സ്നേഹാദരം ഏറ്റുവാങ്ങാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്ന PTA ഭാരവാഹികളോടും എൻ്റെ സഹപ്രവർത്തകരോടും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും നിസ്സീമമായ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തട്ടെ. അധ്യാപകന് മാത്രം കിട്ടുന്ന ഒരു വലിയ ഇതാണ്. മറ്റ് മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊന്നും ഇത് കിട്ടില്ല. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഫയലുകളോടും അതുപോലെ തന്നെ മറ്റു പുസ്തകങ്ങളോടും ഒക്കെ മല്ലിടുന്ന ജീവനക്കാരാണ്. പക്ഷെ നമ്മൾ മുന്നിലിരിക്കുന്ന ജീവനുള്ള കുട്ടികളെ അവരുടെ സ്നേഹം, അവരുടെ വാത്സല്യം, അവരുടെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങൾ നമ്മൾ നിരീക്ഷിക്കപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോവുക. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ നമ്മൾ മായാതെ മറക്കാതെ കിടക്കുമെന്നതിനുള്ള തെളിവാണ് ഇന്ന് എനിക്ക് ഇവിടെ കിട്ടിയ സ്നേഹാദരങ്ങൾ. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മുത്തൂർ പ്രദേശം വലിയ ഗൃഹാതുരത്വം നിറഞ്ഞ ഒരു പ്രദേശമാണ്. കാരണം ഞാൻ 4ാം ക്ലാസ് മുതൽ ഏകദേശം എൻ്റെ ഡിഗ്രി പഠനം വരെയുള്ള കാലയളവിൽ ഞാൻ എൻ്റെ ബാല്യകാലം ചെലവഴിച്ച പ്രദേശമാണ് ഈ മുത്തൂർ പ്രദേശം. എൻ്റെ മാതാവിൻ്റെ നാട് തെക്കൻകുറ്റൂരാണ്. അപ്പം എൻ്റെ മാതാവ് ഒരു അധ്യാപികയാണ്. അപ്പോൾ അവർ ജോലി ചെയ്തിരുന്നത് തെക്കൻകുറ്റൂർ GLPSലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ 1ാം ക്ലാസ് മുതൽ 3ാം ക്ലാസ് വരെ എൻ്റെ പ്രൊഫൈലിലൂടെ വായിച്ചു. അതുകൊണ്ട് ഞാൻ കൂടുതൽ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. സദസ്സിൽ ഇരിക്കുന്ന ബഹുമാന്യരെ, രക്ഷിതാക്കളെ, പൂർവ്വ വിദ്യാർത്ഥികളെ, ഏറെ പ്രിയപ്പെട്ട എൻ്റെ കുട്ടികളെ, 1930 സ്ഥാപിതമായ നമ്മുടെ വിദ്യാലയം അതിൻ്റെ 95ാം വാർഷികാഘോഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ 35 വർഷം തൻ്റെ സേവനം ഈ വിദ്യാലയത്തിന് വേണ്ടി നൽകി ഇന്ന് നമ്മുടെ വിദ്യാലയത്തോട് വിട പറഞ്ഞു പോകുന്ന പ്രിയപ്പെട്ട ബഹുമാന്യനായ പ്രധാന അധ്യാപകൻ ശ്രീ രാജേന്ദ്രൻ മാഷിന് വരും കാലം ആയുരാരോഗ്യ സൗഖ്യങ്ങളോട് കൂടിയിട്ടുള്ള നല്ല യാത്രകൾ ചെയ്യാൻ സാധിക്കുന്ന ദിനങ്ങളാവട്ടെ എന്ന് ആദ്യം ആശംസിക്കുന്നു.
പാൻ മീഡിയ ന്യൂസ്, തിരൂർ.